PCOD ഉള്ള ആൾക്കാർക്ക് ക്ഷീണം ഭയങ്കര കോമൺ ആണ്. 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഉറക്കം മതിയാത്ത പോലെയും ക്ഷീണം ഒട്ടും വയ്യാത്ത പോലെയും ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ റീസൺ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂക്കോസ് ലെവൽ സെൽസിക്ക് കിട്ടാത്ത ഒരു അവസ്ഥ വരിക. അപ്പോൾ എപ്പോഴും എനർജി കുറവായിട്ട് തന്നെയാണ് തോന്നുക. രണ്ടാമത്തെ കാര്യം ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ശരീരത്തിൽ പല സ്ഥലത്തും നീർക്കെട്ട്, അതേപോലെ തന്നെ നമുക്ക് ശരീരം എനർജി വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനൊക്കെ വരാം. പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഹോർമോൺസിന്റെ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ കോർട്ടിസോളിന്റെ അളവൊക്കെ ഒത്തിരി കൂടുക. ഇങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് ശരീരത്തിൽ ഒത്തിരി അധികം കൂടിയാൽ തന്നെ ഭയങ്കരമായിട്ട് എനർജി പ്രൊഡക്ഷൻ കുറയാനും ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ട് വരാനും അതേപോലെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിന്റെ അളവ് ഒത്തിരി അധികം കുറയും. അപ്പോൾ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ശരീരത്തിന്റെ എനർജി ലെവൽ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഉറക്കം കറക്റ്റ് ആക്കുക. എന്ത് വന്നാലും ഒരു പ്രയോറിറ്റൈസ് ചെയ്യാം. 8 മണിക്കൂർ ഉറങ്ങും. അതേപോലെ തന്നെ ഭക്ഷണം കറക്റ്റ് ആയിട്ട് കഴിക്കുക. ഒരു ദിവസം 3-4 പ്രാവശ്യം കറക്റ്റ് ചെയ്ത് കഴിക്കുക. അതോടൊപ്പം നമ്മൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ രാവിലെയും വൈകുന്നേരം നിർബന്ധമായിട്ട് നടക്കാൻ നോക്കുക. കാരണം വൈറ്റമിൻ കുറവ് PCOD ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കാണാറുണ്ട്. പിന്നെ ചെയ്യേണ്ടത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാവുന്നതാണ്. സ്ട്രെസ് കുറക്കാനുള്ള ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളും ചെയ്യണം. അതേപോലെ നമുക്ക് സ്ക്രീൻ ടൈം കുറക്കണം. സ്ക്രീൻ ടൈം യൂസ് ചെയ്യണോണ്ട് തന്നെ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യണോണ്ട് തന്നെ കുറേ പേർക്ക് ഓവർ സ്റ്റിമുലേഷൻ നെർവ്സിനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ക്രീൻ ടൈം കുറക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് മെഡിസിൻസ് നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അവർ തരാൻ പോകുന്നത് മെഗ്നീഷ്യം ടാബ്ലറ്റ്സുകൾ, അയൺ ടാബ്ലറ്റുകൾ, അയനസെറ്റോൾ ടാബ്ലറ്റ്സുകൾ, വൈറ്റമിൻ ബിന്റെ കോംപ്ലക്സിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ അവർ നിങ്ങൾക്ക് ഈ ക്ഷീണത്തിന് വേണ്ടിയിട്ട് തരും. അപ്പോൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെ കാര്യം കൊണ്ട് ഇത് കൂടാം? ഉറക്കക്കമ്മി കാരണം കൂടാം, സ്ട്രെസ് കൂടിയത് കൊണ്ട് കൂടാം, ഉറക്കം നമ്മൾ കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നില്ലെങ്കിൽ കൂടാം, നമ്മൾ ഒത്തിരി അധികം ഷുഗർ ഐറ്റംസ് കഴിക്കുകയാണെങ്കിലും ഇതൊക്കെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്. നമുക്ക് പിന്നെയും ക്ഷീണം വരുള്ളൂ, ക്ഷീണം മാറില്ല. അപ്പോൾ PCOD ഉള്ള ക്ഷീണം കള്ളത്തരല്ല. പല ആൾക്കാരും അത് വെറുതെ പറയുന്ന കള്ളത്തരാന്ന് പറഞ്ഞ് കൂട്ടാറുണ്ട്. അങ്ങനെയല്ല. PCOD ഉള്ള ആൾക്കാർക്ക് ഒത്തിരി അധികം ക്ഷീണം വരാറുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുക.